ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഫുക്കറ്റിനോട് വിട പറഞ്ഞ് ബാങ്കോക്കിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഫുക്കറ്റിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഏകദേശം 1 മണിക്കൂറെടുത്താണ് ബാങ്കോക്കിലെത്തുക. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം 12:20 അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യയാണ്. ഈ ട്രിപ്പിനെ കുറിച്ചറിഞ്ഞ പലരും എന്നോട് ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് വേണം, അല്ലെങ്കിൽ എത്ര രൂപ ആകും തായ്ലൻഡ് ട്രിപ്പ് നടത്താൻ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. പതിവ് പോലെ ഇന്നും നല്ലൊരു മഴയുള്ള ദിവസം തന്നെയാണ്. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയ ശേഷം തന്നെ വളരെ നന്നായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ ഡിലേ ആയിരുന്നു. ഏകദേശം 1.5 മണിക്കൂർക്ക് ശേഷം ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആകെ ടോട്ടൽ വന്നിട്ടുള്ള ചിലവിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ ഞാൻ തരാം. ഞങ്ങൾക്ക് ഫ്ലൈറ്റിനായത് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 30,000 ആണ്. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത പാക്കേജ് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പാക്കേജ്. അതിന് ഏകദേശം 33,000 രൂപയാണ് ആയത്, ഏകദേശം 33,000. അത് 3 നൈറ്റ് ഫുക്കറ്റും 3 നൈറ്റ് ബാങ്കോക്ക് അങ്ങനെയുള്ള പാക്കേജാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഏകദേശം 63,000 നമ്മൾ ബുക്ക് ചെയ്ത വകയിൽ ചിലവായിട്ടുണ്ട്. പിന്നെയുള്ള എക്സ്പെൻസ് നമ്മൾ കയ്യിൽ കരുതിയ മണിയാണ്. അതായത് 10,000 ബാത്തോളം നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ ഏകദേശം 22,000 രൂപയോളം വരും അത്. അപ്പോൾ അതും കൂട്ടിയാൽ ഏകദേശം 80,000 പെർ ഹെഡ് ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും ചിലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് തായ്ലാൻഡ് വരാവുന്നതാണ്. ഇതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ഡീറ്റെയിൽ. ഇതാണ് ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യം. ഈ എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. അവിടെ നിന്നാൽ ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ തന്നെ മേക്ക് മൈ ട്രിപ്പിൻ്റെ ഒരു ഏജൻറ്റ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ക്യാബ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു തരും ഹോട്ടലിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ക്യാബ് വന്നു. ഞങ്ങളതിൽ കയറി ഹോട്ടലിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്കോക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു ആക്ച്വലി വളരെ വലിയൊരു സിറ്റിയാണ്. എനിക്ക് തോന്നുന്നു മുംബൈനേക്കാളും ബാംഗ്ലൂരിനേക്കാളും ഒക്കെ വളരെ വലിയ സിറ്റി തന്നെയാണ്. ഫെസിലിറ്റീസ് ആണെങ്കിലും റോഡ് വൈസ് ആണെങ്കിലും വളരെ വലിയൊരു സിറ്റി തന്നെയാണ് ബാങ്കോക്ക്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി, ഹോട്ടലിലെത്തി. ഹോട്ടൽ വളരെ ചെറിയൊരു ഹോട്ടലാണ്, റൂമാണ് കമ്പയർഡ് ടു ഫുക്കറ്റ്. കാരണം ഫുക്കറ്റിൽ നമുക്കൊരു വലിയ ഒരു സ്യൂട്ട് റൂം പോലത്തെയാണ് കിട്ടിയെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ റൂം, ഡബിൾ കോട്ട് ബെഡ് മാത്രം ഇടാൻ പറ്റുന്ന ഒരു ചെറിയ റൂമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ എന്നാലും ഫെസിലിറ്റീസ് എല്ലാം മനോഹരമാണ്. വളരെ വലിയൊരു ബാത്തിങ് ഏരിയ തന്നെ അവിടെ ഉണ്ട്. മാത്രമല്ല ടച്ച് കൺട്രോൾസ് ഉള്ള ക്ലോസറ്റും. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഫ്രഷായി കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെയുള്ള ഐക്കൺ സിയാം എന്ന് പറയുന്ന ഒരു ലക്ഷറി മാളുണ്ട്. അപ്പോൾ അതിൽ പോകാമെന്ന് കരുതി ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി. അപ്പോൾ ബാങ്കോക്കിലെയും ഫുക്കറ്റിലെയും എല്ലാ മാളുകളുടെയും പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ബേസ്മെൻറ്റ് ഫ്ലോറിൽ
വളരെ റീസണബിളായിട്ടുള്ള റേറ്റിന് കിട്ടുന്ന ഫുഡ് ഷോപ്സുകളും അല്ലെങ്കിൽ നോർമൽ ക്ലോത്ത് മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും അടങ്ങിയ ഒരു താഴത്തെ നിലയും മുകളിലേക്ക് പോകുന്തോറും എക്സ്പെൻസീവ് അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയുമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഐക്കൺ സിയാം മാളിൻ്റെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു ഒരു മിനിയേച്ചർ രൂപം ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയുള്ള ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ്. സോ അതിനോട് സാമ്യമുള്ള രീതിയിൽ നടുവിലൂടെ വെള്ളം ഒഴുകുന്ന രീതിയിലും പിന്നെ മരം കൊണ്ട് കിട്ടിയ കെട്ടിടങ്ങളും ഒക്കെ പോലെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു മാതൃക പോലെയുള്ള മാർക്കറ്റ് ഇവിടെയും ഉണ്ട്. അത് വളരെ ഭംഗിയാണ് കാണാൻ. മാളിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ ഇറങ്ങി അപ്പുറത്തെ സൈഡിലെത്തി. അവിടെയാണ് പ്രസിദ്ധമായ വാട്ടർ ഷോ നടക്കുന്നത്. ഐക്കൺ സിയാം മാളിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ വാട്ടർ ഫൗണ്ടൈൻ ഷോ. ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ട് നിന്നതിന് ശേഷം വീണ്ടും തിരിച്ച് മാളിൻ്റെ അകത്തേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. ഇത് ആക്ച്വലി വലിയൊരു മാളാണ്. നമ്മുടെ നാട്ടിലുള്ള ഏത് മാളിനേക്കാളും വളരെ വലിയ മാളാണ്. മാത്രമല്ല അതിൻ്റെ അകത്തുള്ള കടകളും സാധാരണയായിട്ട് നമ്മുടെ ഇന്ത്യൻ മാളുകളിൽ കാണാത്ത തരത്തിലുള്ള പ്രീമിയം ബ്രാൻഡുകൾ, ഗൂച്ചി അങ്ങനെ തുടങ്ങിയ വളരെ വലിയ ബ്രാൻഡുകളുടെ ഷോറൂം, എക്സ്ക്ലൂസീവായിട്ടുള്ള ഷോറൂം ഉള്ള ഒരു മാളാണ്. ഇത് ആക്ച്വലി ലക്ഷറി മാള് തന്നെയാണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് സാധനം മേടിക്കാൻ മുതലാവില്ല, അത്രയ്ക്കും റേറ്റാണ് എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ എന്നാലും വളരെ തിരക്കുള്ളൊരു മാളാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ മാളിൻ്റെ മുറ്റത്തൂടെ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇതൊരു പുഴയുടെ ഫ്രണ്ടിലാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ മാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചില ടിക്കറ്റ് കൗണ്ടറുകളുണ്ട്. ആ കൗണ്ടറിൽ ചെന്നാൽ നമ്മൾക്ക് ഡിന്നർ ക്രൂയിസിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഡിന്നർ ക്രൂയിസ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വലിയ ബോട്ടുകൾ, മുകളിലത്തെ നിലയിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു നിലയും താഴത്തെ നിലയിൽ ബുഫേ രീതിയിലുള്ള ഫുഡും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം 2000 ബാത്താണ് ഒരാൾക്ക് വേണ്ടത്. അത് കൊടുത്താൽ ഏകദേശം 1.5-2 മണിക്കൂറോളം നമ്മൾ പുഴയിലൂടെ സഞ്ചരിക്കുകയും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതുമാണ്. ഇത് ഓൾറെഡി നമ്മുടെ MMT പാക്കേജിൽ സെലക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് റിമൂവ് ചെയ്തു. കാരണം ചില റിവ്യൂസ് കേട്ടു അത് അത്ര വെർത്ത് അല്ലാന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനത് ഒഴിവാക്കുകയായിരുന്നു. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം മാളിൻ്റെ എല്ലാ ഫ്ലോറിലൂടെയും നടന്നു. എന്നിട്ട് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ അത് ഏകദേശം 10 o'clock ക്ലോസ് ചെയ്യുകയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. അത് കാരണം ഞങ്ങൾ ഈ താഴത്തെ ബേസ്മെൻറ്റിലുള്ള മാർക്കറ്റിൽ നിന്ന് 2 മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു. അത് ആക്ച്വലി ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി വിഭവമാണ്. മാംഗോയും സ്റ്റിക്കി റൈസും പിന്നെ കുറച്ച് കോക്കനട്ട് ഐസ്ക്രീമും പിന്നെ കുറച്ച് നട്ട്സും ചേർന്നൊരു വിഭവമാണ്. ഇത്തിരി സ്വീറ്റാണെങ്കിലും ഇവിടെയുള്ള ബാക്കിയുള്ള വിഭവങ്ങളെക്കാൾ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾക്ക് ബാക്കിയുള്ള ഭക്ഷണങ്ങളോടൊന്നും അത്ര ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പിപ്പോയത്. പക്ഷേ എന്നിരുന്നാലും ഈ മാംഗോ സ്റ്റിക്കി റൈസ് കുറച്ചുകൂടി നല്ലൊരു വിഭവമായിട്ട്
സ്വാഭാവികമായിട്ടും എല്ലാ ഇന്ത്യക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ടുക്ടക്ക് എടുത്ത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.